ഹിന്ദിയുടെ നാട്ടിൽ സ്പർദ്ധയുടെ മണ്ണിൽ ചതിയിലൊറ്റപ്പെട്ട മലയാളത്തിൻ്റെ കഥ പറയുന്ന ടിയാൻ എന്ന സിനിമയുടെ സംവിധായകൻ GN കൃഷ്ണകുമാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ, ക്ലിക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. സോ ടിയാൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നേ പിന്നെ ആളുകൾക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ടീസറിന് ശേഷവും ട്രെയിലറിന് ശേഷവും അങ്ങ് പറന്ന് പന്തലിച്ച് തന്നെ പറയാം. ടിയാൻ്റെ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ ടിയാനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബിഗ് ബഡ്ജറ്റ് എന്ന് കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാലേ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഇത് 20 കോടിയാവും ഇല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് തുടങ്ങിയതല്ല. ഈ സിനിമയുടെ ആദ്യ കാലങ്ങളിൽ ഇതിൻ്റെ ഒരു 3 വർഷം മുമ്പ് ഈ സിനിമയുടെ കഥ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് എഴുതി കഴിയുന്ന സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് കുറച്ച് ബഡ്ജറ്റ് ചെയ്ത കുറച്ച് ഇതുപോലെ മലയാളത്തിൽ അത്യാവശ്യം ബഡ്ജറ്റ് വേണ്ടി വരുന്നൊരു സിനിമയാണെന്ന്. അപ്പോൾ അത് പ്രൊഡ്യൂസറോട് സംസാരിക്കുകയും പുള്ളി അതിന് സബ്ജക്റ്റ് കേട്ടതിന് ശേഷം പുള്ളി അതിന് വില്ലിങ്ങായി. അപ്പോൾ ഒരു എഴുത്തിന് ശേഷം തീരുമാനിച്ചതാണ് ഈ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ് ആവുമെന്ന്. അല്ലാതൊരു ബഡ്ജറ്റിന് വേണ്ടി ചെയ്ത സിനിമയല്ല. ഇതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ കുറേ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു 70% ഈ സിനിമയിൽ ഒരു ക്രൗഡിന് നടക്കുന്ന ഒരാൾക്കൂട്ടത്തിനിടയ്ക്ക് നടക്കുന്ന സിനിമയാണ്. അപ്പോൾ അത് ഒരാൾക്കൂട്ടത്തിനിടയ്ക്ക് നടക്കുന്നതും അത് ചിത്രീകരിക്കുന്നതിനും ഉണ്ടാവുന്ന ദിവസങ്ങൾ, പിന്നെ കുറച്ച് സെറ്റുകൾ വേണ്ടി വരും. അപ്പോൾ നോർത്തിലാണ് പൂർണ്ണമായും, കേരളത്തിലല്ല ഇതിൻ്റെ ഷൂട്ട്. ഇത് നോർത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ കുറേ നാസിക്, ബോംബെ, ഹൈദരാബാദ്, ലഡാക്ക്, രാമോജി ഫിലിം സിറ്റിയിൽ കുറച്ച് കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലൊക്കേഷൻസ്, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബഡ്ജറ്റിനെ കൂട്ടിയിട്ടുള്ളത്. ഈ കഥയ്ക്ക് ഈ സിനിമയ്ക്ക് അത്ര ബഡ്ജറ്റ് ആവശ്യമായി വന്നു. അതാണ് അങ്ങനൊരു വലിയ സിനിമയായി മാറാൻ കാരണം. അതാണ് ഇതിൻ്റെ ഒരു ക്യാൻവാസ് വലുതാണ്. ടിയാൻ എന്നൊരു സിനിമ അത് വന്ന വഴി എങ്ങനെയാണ്? അതിൻ്റെ ആ ഒരു മുരളിഗോപിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് തുടങ്ങി അത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര രസമുള്ളൊരു ഇതാണ്. കാരണം മുരളിച്ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, ഈ ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയ സമയത്ത് ഇതിൻ്റെ ഒരു ഡയറക്ടറിന് ഭയങ്കര ഒരു ലീഡർഷിപ്പ് സ്കില്ല് വേണം, ഒരു ഓർഗനൈസേഷൻ സ്കില്ല് വേണം, ഒരു ഡിപ്ലോമാറ്റിക് സ്കില്ലുള്ള ഒരു ഡയറക്ടറിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൃഷ്ണകുമാരേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ ഇത് ആ ഒരു പടം വന്ന വഴി എങ്ങനെയാണ് ഈ ടിയാൻ? ഇങ്ങനൊരു സിനിമ ഇതിൻ്റെ ഒരു തോട്ട് ഉണ്ടാവുന്ന സമയത്ത് തന്നെ, ഇങ്ങനൊരു സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ മുരളിച്ചേട്ടനോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാമായിരുന്നു ഈ സിനിമ ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റിലേക്ക് എത്താൻ, ഇതൊരു വലിയ ബഡ്ജറ്റിലേക്ക് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഇത് ആവുമെന്ന്. മെയിനായിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മളൊരു മലയാളത്തിൻ്റെ പരിമിതിയിൽ നിന്ന് അറിയാമല്ലോ ഇവിടുത്തെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതിൽ നിന്ന് ഈ സിനിമ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു. അപ്പോൾ അതിലേക്ക് എത്തുകയെന്ന് അതിന് ഹനീഫ് ഖാ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആദ്യം മുതലേ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കും അറിയാമായിരുന്നു ഇത് പെട്ടെന്ന് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ലായിരുന്നു. ഇപ്പോൾ 2015 കുംഭമേള നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് മുതലേ 2014 മുതലുള്ളൊരു പ്ലാനിങ്ങാണ് ഈ സിനിമ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിളും ഒരു ഡ്രൈ ലാൻഡ് നടക്കുന്ന കഥയാണ്. അപ്പോൾ ആ ഒരു ടൈമിലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു വലിയ വെല്ലുവിളി. പക്ഷെ നമുക്ക് അന്നേ അറിയാമായിരുന്നു ഇതിന് കുറച്ച് സ്ട്രഗിളിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 3.5 വർഷം വേറെ ഒന്നിനും, പ്രത്യേകിച്ച് ഒരു ഡയറക്ടർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ സിനിമയുടെ പിന്നിൽ നിൽക്കേണ്ടി വരും. പക്ഷെ ഞങ്ങൾ എന്തായാലും ഈ സിനിമ വേണം, ഈ സിനിമ ഞങ്ങൾ എന്തായാലും ചെയ്യും എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാനിത് എന്തായാലും ഈ സിനിമയാണ് എൻ്റെ അടുത്ത സിനിമ എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്ട്രഗിളോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കഷ്ടപ്പാടുകളൊന്നും ഈ സമയം ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ഇപ്പം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ അങ്ങനെ അതിൻ്റെ ഒരു സ്ട്രഗിളോ വിഷമങ്ങളോ ഒന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഈ സിനിമ എന്തായാലും ഇതാണ് എൻ്റെ അടുത്ത സിനിമ എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ വന്ന വഴി മുരളിച്ചേട്ടനായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കാസ്റ്റിനെ കുറിച്ചൊരു വലിയ താരനിര വേണം. കാരണം ഇതൊരു വലിയ ബഡ്ജറ്റാണെങ്കിൽ ഇതിൻ്റെ ഒരു താരനിര വേണം. പക്ഷേ ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഇന്ദ്രൻ എൻ്റെ കഴിഞ്ഞ 2 പടങ്ങളിൽ ഇന്ദ്രനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് സംസാരിക്കുന്ന സമയം തന്നെ ഇന്ദ്രനുണ്ട് കൂടെ. അപ്പോൾ ഇന്ദ്രനും അറിയാം, ഇന്ദ്രനും ഉണ്ട് ആ സമയം മുതൽ എന്നോടൊപ്പം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി രാജുവിനോട് സംസാരിക്കുമ്പോൾ രാജുവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ ഇതാണ് ഈ സിനിമയ്ക്ക് ആദ്യം മുതലേ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം ഇന്ദ്രനും രാജുവും നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുള്ളതൊരു വലിയ ബലമായിരുന്നു. കാരണം നമുക്കൊരു വലിയ ബഡ്ജറ്റിലേക്ക് മാറാൻ രാജുവിനെ പോലുള്ളൊരു സ്റ്റാർഡും ഇന്ദ്രനെ പോലുള്ളൊരു സ്റ്റാർഡും ഉള്ള ആളുകൾ, അവരുടെ ഒരു കോമ്പിനേഷൻ, അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു വലിപ്പം കൂട്ടിയിട്ടുള്ളത്.
സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ചെയ്ത 2 പടങ്ങളായ കോളേജ് ഡേയ്സും കാഞ്ചിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. തുറന്നു പറയുകയാണെങ്കിൽ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഇതൊരു വേറിട്ട് നിൽക്കുന്ന ഒരു പടമാണ്. സിനിമയെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും പക്ഷേ ട്രെയിലറും ടീസറും കണ്ടൊരു വ്യക്തി എന്ന നിലയിൽ വളരെ വേറിട്ട് നിൽക്കുന്നൊരു പടമാണ്. ഈ സ്ക്രിപ്റ്റ് വെച്ച സമയത്ത് തോന്നിയിരുന്നോ ഇന്നേ വരെ ഒരു എക്സ്പീരിയൻസ് ആ ഒരു രീതിയിലേക്ക് ഇല്ലാത്ത എനിക്കിത് പുതിയ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നൊരു പടമായിരിക്കും? ആണ്. എൻ്റെ കഴിഞ്ഞ 2 പടങ്ങളും ചെറിയ ബഡ്ജറ്റിൽ തീർച്ച ചെറിയ സിനിമകളായിരുന്നു. അപ്പോൾ അത് എല്ലാ സിനിമയും ചെയ്യുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ ആ സിനിമയ്ക്കുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ വലിപ്പത്തിലും എത്രയോ പാടുമായിരുന്നു ഈ സിനിമ ചെയ്തെടുക്കലും ഇതിൻ്റെ ഒരു ഔട്ട് എടുക്കലും എന്നുള്ളത് നല്ല ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രീ പ്ലാനിങ് വളരെ വലുതായിരുന്നു. അതിന് ഹെൽപ്പ് ചെയ്തതിനകത്തുള്ള ടെക്നീഷ്യൻസ് അവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് നമുക്ക് ഈ ചെറിയ ബഡ്ജറ്റിൽ, കാരണം ഇപ്പോൾ അറിയാമല്ലോ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നൊക്കെ വരുന്നത് 300-400 കോടി രൂപയ്ക്ക് മുടക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചിന്തിച്ചാൽ മതി, അവർക്ക് സ്വപ്നം കണ്ടാൽ മതി ഇങ്ങനെ വേണമെന്ന്. പക്ഷെ നമുക്ക് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ഇതെങ്ങനെ പ്ലാൻ ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്ന. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 70% സീനും ഇതിനൊരു ആൾക്കൂട്ടത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു പുറത്ത് പോയി ചെയ്യുമ്പോൾ അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോസ്റ്റ് ആളെ കൂട്ടി ഒരു 2000-3000 ആളുകളെ കൂട്ടി ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തമിഴ് സിനിമയോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ബാഹുബലി പോലൊരു സിനിമയ്ക്ക് അവർക്ക് ബഡ്ജറ്റ് ഇഷ്യൂ ഇല്ല. അവർക്ക് പ്ലാൻ ചെയ്താൽ ആ ഒരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 15 ദിവസം 20 ദിവസമോ 30 ദിവസമൊക്കെ എടുത്ത് അവർക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ CG സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ CG കണ്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും റീഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ മലയാളത്തിൽ അത് ഒട്ടുമില്ല. കാരണം ഇല്ലാത്തതിന് കാരണം ഇവിടുത്തെ പ്രശ്നമല്ല, നമ്മുടെ ബഡ്ജറ്റാണ് ഇഷ്യൂ. നമുക്ക് സെൻറ്റേഴ്സ് കുറവാണ്, നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് വരുന്ന കാശ് കുറവാണ്. ഇപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ ഒരു 2000-3000 പേരെ വെച്ച് കൂട്ടി പുറത്തുള്ള സിനിമകൾ 15 ദിവസം ഷൂട്ട് ചെയ്യുന്ന ഒരു സീനൊക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യേണ്ട, 2 ദിവസം 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കേണ്ട ഒരു സ്ട്രഗിളുണ്ട്. അതൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും, എല്ലാ സെക്ഷനിലുള്ളവരും, അവർ പ്രത്യേകിച്ച് എല്ലാ മലയാളി ടെക്നീഷ്യൻസിനും അറിയാം ഇവിടുത്തെ പരിമിതികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടെ നിൽക്കുകയും അവർ രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതിപ്പോൾ ഒരു 100-110 ദിവസവും 120 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയത്. ഇതൊരു പുറത്ത് ഷൂട്ട് ചെയ്താൽ നമുക്കറിയാം, നമുക്കൊരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ പുറത്ത് പോയി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 300-400 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യേണ്ടതാണ് നമ്മളൊരു 100-120 ദിവസം കൊണ്ട് ഇവിടെ ഷൂട്ട് ചെയ്ത് തീർത്തേക്കുന്നത്. അത് എൻ്റെ മാത്രം ഇതല്ല, എല്ലാവരുടെയും ഒരു ടെക്നീഷ്യൻസിൻ്റെ ഇതുണ്ട്. ഇല്ല, സാറിൻ്റെ കഴിവങ്ങൾ എടുത്ത് പറയേണ്ടത്. കാരണം ഈ ഒരു പടത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് തുടങ്ങി ആ ഒരു ടീസറും ട്രെയിലറും വന്നതിന് ശേഷം ഇന്ത്യയിലായിട്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു കൃഷ്ണകുമാർ സാറിന് ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ട്. പക്ഷേ അതിൽ ആ ഒരു ട്രെയിലർ കണ്ടേ പിന്നെ അതിൽ വരുന്ന കമൻസ് ഒരിക്കലും പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ ത്രിജിത്തിനെയോ ഓറിയൻറ്റ് ചെയ്തായിരുന്നില്ല. ഈ ഒരു ഡയറക്ടറിനെ ഓറിയൻറ്റ് ചെയ്ത് ഒരുപാട് കമൻസ് വന്നായിരുന്നു. കൃഷ്ണകുമാർ സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. ഈ ഒരു പടം വൻ പ്രതീക്ഷ തരുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും മലയാളിക്കുള്ളത്. കാരണം ആ ഒരു mid-2017 ആദ്യമേ അനൗൺസ് ചെയ്തതാണ് റിലീസ്. സോ ചെറിയൊരു ട്രബിൾ വന്നായിരുന്നു CBFC. അതിൽ തന്നെ ഓൾമോസ്റ്റ് ആളുകൾ ഓക്കെ 20 മുതൽ ദൃക്സാക്ഷിയും ഇറങ്ങിയ ശേഷം ഓക്കെ 1 വീക്ക് ഗ്യാപ്പ് ഉണ്ട്, അടുത്ത കിടിലം പടം വരാൻ പോവുകയാണ്. സോ എന്ത് തരം പ്രേക്ഷകർക്കാണ് ഈ ഒരു സിനിമ ഒരു ഡയറക്ടർ നിലയിൽ സമർപ്പിക്കുന്നത്? ആളുകൾ എന്ത് തരം പ്രേക്ഷകർ ഈ തിരിച്ചെത്തുന്ന സമയം എന്തൊരു പ്രതീക്ഷയോടുകൂടി? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സിനിമയുടെ കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ആദ്യം മുതലേ ഞാൻ മുരളിച്ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. ഈ സിനിമ നമ്മൾ ചെയ്യും. കാരണം ഈ സിനിമയ്ക്ക് ഉണ്ടാവാവുന്ന സ്ട്രഗ്ലിംഗ് പീരീഡ്, അതായത് എൻ്റെ പ്രൊഡക്ഷൻ മുതൽ ഉണ്ടാവാവുന്ന സ്ട്രഗ്ലിംഗ് പീരീഡ്, അതിൻ്റെ റിലീസ് വരെ ഉണ്ടാവുന്ന, റിലീസിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായ ധാരണ ഞങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ച് ആദ്യം മുതലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സബ്ജക്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പുറത്തുവിടാത്തതും പറയാത്തതും ഇതിനകത്ത് അങ്ങനെ പറയേണ്ടതുണ്ട്. പക്ഷേ എന്തിന് ഈ സിനിമ ടിയാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തിന് 3 വർഷം 3.5 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ അതിനെക്കുറിച്ച് ധാരണയുണ്ട്. ഈ സിനിമ ഇപ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യയിൽ പറയേണ്ട സിനിമയാണ്, ഈ കാലഘട്ടത്തിൽ പറയേണ്ട സിനിമയാണ്, ഇവിടെയുള്ള എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കണ്ടിരിക്കേണ്ടതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും സോഷ്യൽ മീഡിയാസും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. എന്തിനാണ് ടിയാൻ എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഒരു മലയാളിക്ക് ഈ രാജ്യത്തോട് എന്ത് പറയണം എന്ന് ഈ സിനിമ ടിയാനിലൂടെ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ 3 വർഷമായി ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. മുരളിച്ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം എടുത്തു നിന്നായിരുന്നു. ഇതൊരു സോഷ്യൽ എക്കണോമിക് ഒപ്പം തന്നെ എവിടെയോ ഒരു പൊളിറ്റിക്കൽ ടച്ച് വരുന്നതാണ്. ഇത്രയും ഒരു ബോൾഡ് ടോപ്പിക് എടുത്തുകൊണ്ട് വരുമ്പോൾ മലയാളി പ്രേക്ഷകർ അവരതെങ്ങനെ എടുക്കുമെന്നൊരു മുൻവിധി ഉണ്ടായിരുന്നു?
ഉറപ്പായിട്ടും ഇത് വേറെ ഏത് സ്റ്റേറ്റിൽ പറയുന്നതിനേക്കാളും ഇപ്പോൾ കേരളം വിട്ടാൽ മറ്റുള്ള സ്റ്റേറ്റുകാരെ കമ്പയർ ചെയ്ത് പറയുന്നതല്ല, പക്ഷേ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനത്തോട് പറയാം, ഇത് മലയാളികൾക്കേ പറയാൻ പറ്റൂ. ഇത് വേറൊരു സ്റ്റേറ്റിൽ പോയി പറയാൻ പറ്റില്ല. നമ്മളെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരും ഇപ്പോൾ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ മലയാളിക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു മലയാള സിനിമയിൽ മാത്രം പറയാൻ പറ്റുന്നൊരു ടോപ്പിക്കാണിത്. മറ്റുള്ളവർക്ക് പറയാൻ പറ്റില്ല എന്നോ അവർ ഇതിന് ശേഷമേ അത് ശരിയാണെന്ന് പറയൂ. അതുവരെ ഇതിനൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. പക്ഷേ ഒരു മലയാളിക്ക് ഇത് കുറച്ചുകൂടി ഈസിയായിട്ട് പറയാൻ പറ്റും. മലയാളിക്ക് കുറച്ചും കൂടി നന്നായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. അത് തന്നെയാണ് അതിൻ്റെ കാരണം. അടുത്തൊരു ചോദ്യം, ഇതിലേക്ക് ഇപ്പോൾ കാസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോൾ മുരളിച്ചേട്ടൻ ഇന്ദ്രജിത്ത് കൂട്ടുകെട്ട് മലയാളികൾക്ക് വളരെയധികം സുപരിചിതമാണ്. ഒപ്പം തന്നെ കൃഷ്ണകുമാർ സാറിൻ്റെയും ഇന്ദ്രജിത്ത് കൂട്ടുകെട്ടും പരിചിതമാണ്. ഇതിലേക്ക് പൃഥ്വിരാജ് എന്നൊരു ക്യാരക്ടർ വരുമ്പോഴേക്കും ഇതൊരു പുതിയൊരു കെമിസ്ട്രിയാണ്. ആളുകൾ നോക്കുന്നത് ഇപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം വരുന്നതിന് മുമ്പ് ആദ്യമായി മുരളി ഗോപിച്ചേട്ടനും ഒപ്പം തന്നെ പൃഥ്വിരാജേട്ടനും ഒന്നിക്കുന്നു. അപ്പോഴേക്കും അതിൽ ഇന്ദ്രജിത്ത് കൃഷ്ണകുമാർ കൂട്ടുകെട്ടും കൂടി വരുമ്പോഴേക്കും ഒരു വമ്പിച്ചൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവാൻ പോകുന്നു. അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കെമിസ്ട്രി ഈ ഒരു ചിത്രത്തിൽ? ഉണ്ട്, ഉറപ്പായിട്ടും. ഞാനതല്ല പറഞ്ഞത്. അതായത് ഇതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ആക്ച്വലി ഇങ്ങനൊരു സിനിമ ഉണ്ടാവുന്നതേ എൻ്റെ കഴിഞ്ഞ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. കാഞ്ചി എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇങ്ങനൊരു ചർച്ച പോലും ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയം മുതൽ അന്ന് ഈ സിനിമ ഉണ്ടാവുന്ന മൊമെൻ്റ് മുതൽ ഇന്ദ്രൻ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ മിക്കവാറും എനിക്ക് തോന്നുന്നു 2 ദിവസത്തിൽ കൂടുതൽ ഫോൺ ചെയ്യാതിരിക്കുന്നൊരു സമയമില്ല. എന്തെങ്കിലും തിരക്ക് കാരണമൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ സിനിമ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ദ്രൻ ഇതിൻ്റെ കൂടെയുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കഥ വികസിക്കുന്ന സമയത്താണ് അസ്ലൻ മുഹമ്മദ് എന്ന് പറയുന്ന കഥാപാത്രങ്ങളും പട്ടാഭിരാമൻ എന്ന് പറയുന്ന കഥാപാത്രവും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ആദ്യം ഒരു കണ്ടൻറ്റിൽ നിന്ന് തുടങ്ങി അതിൻ്റെ കഥാപാത്ര സൃഷ്ടിയിലേക്ക് വരുന്ന സമയത്താണ് പട്ടാഭിരാമനും അസ്ലൻ മുഹമ്മദും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അസ്ലൻ മുഹമ്മദ് എന്ന കഥാപാത്രം ഉണ്ടാകുന്ന സമയത്ത് തന്നെ രാജുവിനോട് സംസാരിക്കുകയായിരുന്നു. രാജു കഥ കേട്ട് കുറച്ച് ദിവസങ്ങൾ ആ കഥ കേൾക്കുന്ന സമയത്ത് തന്നെ രാജുവിന് കഥ ഇഷ്ടപ്പെടുകയും ഈ ടിയാൻ ഇഷ്ടപ്പെടുകയും ഇതിലേക്ക് വരികയും ചെയ്തു. അന്ന് മുതൽ രാജുവും ഇതിൻ്റെ പാർട്ടാണ്. അപ്പോൾ സത്യം ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. കാരണം ആ സമയം മുതൽ എല്ലാ സപ്പോർട്ടുമായിട്ട് രാജുവുണ്ട്, ഇന്ദ്രനുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കുന്ന മെയിൻ 2 ഹീറോയും റൈറ്റർ, മെയിൻ വില്ലൻ ചെയ്യുന്ന ആക്ടർ എല്ലാം കൂടെ ഉള്ളപ്പോൾ കുറച്ചും കൂടി ബലമുണ്ട്. കഴിഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആ സെയിം പ്രൊഡ്യൂസറാണ്. പുള്ളി ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് അറിയുമ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഇങ്ങനൊരു പ്രോജക്റ്റ് കൃഷ്ണകുമാർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറയാനും കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ അത് ഒരു വലിയ ബലമാണ്. ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിനകത്തുള്ളത് വലിയ ബലം തന്നെയാണ്. ഈ ഒരു എൻ്റയർ ക്രൂവിനെ എടുത്ത് നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി ആ ഒരു ഇത്രയും വർഷങ്ങൾ നീണ്ടുന്ന ഒരു ഷൂട്ട് എന്ന് പറയുന്നു. പല സമയത്തും പല കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് മുടങ്ങിപ്പോയിട്ടുണ്ട്. നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഇത്രയും നാളുകൾ നീണ്ടു നിന്ന ഒരു ഷൂട്ടിൽ? ടെക്നീഷ്യനെ കുറിച്ച് പറയാം ആദ്യം. അതായത് ഇതിനകത്ത് ഇതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റേജിലേക്ക് നീങ്ങുന്നു എന്നറിയുന്ന സമയം മുതൽ ഒരു ഡേറ്റ് ഫൈനലൈസ് ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നു എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് മെയിൻ ബാക്കിയുള്ള ക്യാമറാമാൻ, ആർട്ട് ഡയറക്ടർ അങ്ങനെയുള്ള ടെക്നീഷ്യൻസിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതും ഇതാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും ഇതിനെക്കുറിച്ച് ഞാൻ വളരെ പ്ലാൻ ചെയ്തിട്ടും വളരെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ സതീഷ് കുറുപ്പ് എന്ന് പറഞ്ഞ ക്യാമറാമാനെ ഇതിലേക്ക് വരുമ്പോൾ സതീഷിനോട് ഞാൻ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, സതീഷ് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഉണ്ടാവണം. പക്ഷേ സതീഷ് അപ്പോൾ തന്നെ സതീഷ് ഇതിൻ്റെ എന്താണ് ഏട്ടാ കഥ എന്താണെന്ന് ചോദിച്ചു. ഞാനിതിൻ്റെ ഒരു കണ്ടൻറ്റ് പറഞ്ഞു. സതീഷ് പറഞ്ഞു ഞാനുണ്ട്, എനിക്കും ഇങ്ങനൊരു സിനിമയാണ് ആവശ്യം, ഞാനും ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമാണ്. അങ്ങനെ സതീഷ് അന്ന് മുതൽ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഈ ദിവസം വരെ ഉണ്ട്. മോഹൻദാസ് എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ, കാരണം ക്യാമറാമാൻ അറിയാലോ, ഓഫ് കോഴ്സ് ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ സിനിമയിൽ പ്രത്യേകിച്ച് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരാൾ തന്നെയാണ് ആർട്ട് ഡയറക്ടറും. കാരണം ആർട്ടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ആർട്ട് ഡയറക്ടർ അതുപോലെ ചൂസ് ചെയ്യേണ്ട ഒരാളായിരുന്നു. അങ്ങനെയായിരുന്നു മോഹൻദാസ് വരുന്നത്. മോഹൻദാസും അതുപോലെ ഇപ്പോൾ ക്യാമറാമാനും ആർട്ട് ഡയറക്ടറും എൻ്റെ ലെഫ്റ്റ് റൈറ്റ് പോലെ അവർ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. കാരണം അവർ ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമയ്ക്ക് ആ 2 വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. അതുപോലെ പിന്നെ എടുത്തു പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റും അരുൺ മനോഹർ,
ഇതിൻ്റെ ഒരു കളർ ടോൺ ആദ്യം മുതൽ ഞങ്ങൾക്ക് നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ ടോൺ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ചില ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ അവരോട് അരുൺ മനോഹറിനോട് ഒരു തവണയേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് ഞങ്ങളുടെ ഒരു ഷെയ്ഡ്. പിന്നെ പുള്ളി അത് കൃത്യമായി അത് ഫോളോ ചെയ്തിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു 5000-6000 ആളുകളെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്കൊരിക്കലും ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കോസ്റ്റ്യൂം എല്ലാവർക്കും കൊടുത്തിട്ട് മലയാളത്തിൽ ഒരിക്കലും സാധ്യമല്ല. പക്ഷേ പുള്ളിയുടെ അസിസ്റ്റൻസും അത് വളരെ കൃത്യമായി, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള കോസ്റ്റ്യൂം നോക്കുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ഒക്കെ അത് വ്യക്തമായി പാലിച്ചിരുന്നു. ഇപ്പോൾ റെഡ് യൂസ് ചെയ്യാൻ പാടില്ലെങ്കിൽ അവർ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വരെ ഡ്രസ്സ് മാറ്റിച്ച് പുതിയ ഡ്രസ്സ് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തിരുന്നു. മേക്കപ്പ് മാൻ അതുപോലെ തന്നെ ആദ്യം മുതൽ മേക്കപ്പ് മാനും വളരെ വലിയ പങ്കുണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള മേജർ ടെക്നീഷ്യൻസ് എല്ലാവരും ഇപ്പം ഫൈറ്റ് മാസ്റ്റേഴ്സ്, അൻപർവ്, അവരെ കുറേ സിനിമകൾ ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നത്. അപ്പോൾ അത് ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. എൻ്റെ കൂടെയുള്ള ടെക്നീഷ്യൻസ് എല്ലാം എൻ്റെ കൂടെ നിന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരുവിധം നന്നായി ചെയ്തെടുക്കാനും പറ്റിയത്. ഇനി അവർ ഫ്രണ്ട്ഷിപ്പ് എലമെൻറ്റ് മാറ്റി നിർത്തിയാൽ ബാക്കി ഇത്രയും വലിയ ഒരു ക്രൂ വരുന്നില്ല. അത് അവരെ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് എഴുതിയ സമയത്ത്, സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് ഇന്ന ആൾക്കാർ അവിടെ വന്നാൽ ഗുഡായിരുന്നു. ഒരു പക്ഷേ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ പത്മപ്രിയയെ തന്നെ മലയാള സിനിമയിൽ ഈയിടെ ആയിട്ട് കണ്ടിരുന്നില്ല. ഇപ്പോൾ തിരിച്ച് പത്മപ്രിയയുടെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ടിയാൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാസ്റ്റിംഗ് എലമെൻറ്റിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ വന്ന ഒരു വഴി, അല്ലെങ്കിൽ അവരെ ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു? അല്ല, ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ചേ നമ്മുടെ കയ്യിലുള്ളൂ. കാരണം ഇതിനകത്ത് നോർത്തിൽ നടക്കുന്ന കഥയും കുറേ ഹിന്ദി കഥാപാത്രങ്ങളും വരുന്നുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ആദ്യമേ പ്ലാനുണ്ട്, ഒരു മലയാളികൾക്ക് മുഖപരിചയമുള്ള ഒരു മലയാളിയെ കൊണ്ട് ഹിന്ദി പറയിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ട്. കാരണം അത് സിനിമയുടെ ക്വാളിറ്റിയെ ബാധിക്കും, അതൊരു റിയലിസത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഹിന്ദി ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിക്കേണ്ടി വന്നു. നമുക്കൊരു ബോളിവുഡിലോ ഉള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ഉണ്ട്. ഈ സിനിമയിൽ ഇപ്പോൾ രഞ്ജിത്ത് സാറിനെ പോലെയുള്ള വലിയ ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു 10 കൂടുതലോ 15 കൂടുതലോ അങ്ങനെയുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവന്നാൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ, ഇപ്പോൾ റൗഡി റാത്തൂറിലെ മെയിൻ വില്ലൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അമിത് തിവാരി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാക്സിമം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കോസ്റ്റ്ലിയാണ് അവരൊക്കെ, പക്ഷേ എല്ലാവരെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ക്രീനിങ് നടത്തിയിരുന്നു. ഒരുപാട് ആളുകളെ കണ്ടിരുന്നു, ഒരുപാട് പേരോട് സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ള കാസ്റ്റിംഗ് ആയിരുന്നു ഇതിനകത്തുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഏരിയ. ഇതിനകത്ത് ഗോർപോഡെ എന്ന് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു മെയിൻ വില്ലനെ ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾ രവി സിംഗ് എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനാണ് ചെയ്തേക്കുന്നത്. പുള്ളി അവിടെ വലിയ പോപ്പുലറായ 1-2 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പുള്ളിയൊക്കെ കിട്ടിയത് വലിയ ഭാഗ്യമായി. പുള്ളിയെപ്പോലുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടിയിട്ടുണ്ട്. അമിത് ലഖ്വാനി എന്ന് പറയുന്ന അങ്ങനെ അവിടെ സീരിയൽസിലാണ് മെയിനായിട്ട് പുള്ളി ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ ചൂസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടായിരുന്നു. ഇതിനകത്തൊരു 70ഓളം മെയിൻ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും ഇപ്പോൾ രാജുവിനെ ഇന്ദ്രനെയും മാറ്റി നിർത്തിയാൽ 70ഓളം മെയിൻ കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് കണ്ടുപിടിക്കുക വലിയ പാടായിരുന്നു. പക്ഷേ ഒരു പരിധിവരെ അതിനകത്ത് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. നമുക്ക് ആപ്റ്റായ ആളുകളെ തന്നെയാണ് ഹിന്ദി നടന്മാരെല്ലാം കിട്ടിയിട്ടുള്ളത്. ഏറ്റവും വലിയ ഭാഗ്യം ഈ രഞ്ജിത്ത് സാറിനെ പോലെയുള്ള 600-700ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു നടനെ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പുള്ളിയോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കര സൗത്ത് ഇന്ത്യയിൽ പുള്ളി വേറെ സിനിമകൾ ചെയ്തിട്ടില്ല. കൂടുതലും ഇങ്ങോട്ട് ഭാഷാ പ്രശ്നമാണ് പുള്ളി ചെയ്യാതിരുന്നതും. പുള്ളി അങ്ങനെ ചെയ്തിട്ട് വളരെ ബിസിയായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷേ പുള്ളി ഇത് കേട്ടിട്ട് പുള്ളി ചെയ്യാൻ തോന്നി. വലിയ ക്യാരക്ടറല്ല, ചെറിയ ക്യാരക്ടറാണ്, പക്ഷേ പുള്ളി അത് ചെയ്തു. മലയാളത്തിൽ ആദ്യമായിട്ടാണ് പുള്ളി ചെയ്യുന്നത്, രഞ്ജിത്ത് സാർ. അമിത് ത്രിപാഠിയുടെ അടുത്തെല്ലാം ഈ സ്ക്രിപ്റ്റ് കൊണ്ട് പോകുമ്പോൾ എന്താണ് ആക്ച്വലി വിചാരിച്ചിരുന്നത്? ഇങ്ങനെ ഇതുവരെ മലയാളക്ക് ഒട്ടും പരിചിതമല്ലാത്തൊരു മുഖം ഈ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അത്രയും ഒരു 600-700 സിനിമകൾ അഭിനയിച്ച ഒരു ആക്ടറുടെ മുമ്പിലേക്ക് ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് പോകുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുക? അതൊരു ഒന്ന് ആ ക്യാരക്ടറിൻ്റെ ബലമാണ്. നമ്മളിപ്പോൾ രഞ്ജിത്ത് സാറിനെ പോലെ ഒരാളെ വെക്കുമ്പോൾ പുള്ളിക്ക് കൺവിൻസ്ഡ് ആവണം. പുള്ളി ചെയ്യുന്ന കഥാപാത്രം ഇപ്പോൾ ചെറിയ കഥാപാത്രമാണെങ്കിൽ ആ കഥാപാത്രത്തിന് എന്തെങ്കിലും ഉണ്ടെന്ന് അത് ഉറപ്പായിട്ടും ആ സ്ക്രിപ്റ്റിൽ പുള്ളിക്ക് കൺവിൻസ്ഡ് ആവുന്ന ഖാൻ സാഹിബ് എന്ന് പറയുന്ന കഥാപാത്രമാണ് പുള്ളി ചെയ്യിക്കുന്നത്. അത് പുള്ളിക്ക് കൺവിൻസ്ഡ് ആയിട്ടുണ്ടാവണം. ആ ചെറിയ കഥാപാത്രമാണെങ്കിലും ആ കഥാപാത്രത്തിൻ്റെ ഡെപ്തിനെ കുറിച്ച്. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. സോ ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ പടം വരാൻ പോവുകയാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് ഏതാണ്? ഇതിൻ്റെ എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ ഒരു സിനിമ വന്ന എല്ലാ വഴിയിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം ഈ സിനിമ ചെയ്തത്? ടിയാൻ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. അത് എല്ലാം പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 3.5 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇത് സിനിമ കഴിയുമ്പോൾ സിനിമ നന്നായാൽ അത് ചർച്ച ചെയ്യപ്പെടും, സിനിമ നന്നായില്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നന്നായാലും നന്നായില്ല എങ്കിലും
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% ഹാപ്പിയാണ്. ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ പടം വരാൻ പോവാണ്. ഫൈനൽ ക്വസ്റ്റ്യൻ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഞാനത് ആദ്യമേ പറഞ്ഞു. അതായത് എന്തിനാണ് ടിയാൻ, എന്തുകൊണ്ട് ടിയാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് പറയേണ്ട സിനിമയാണ് ടിയാൻ. ഈ സമയത്ത് ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോലെയുള്ളവർ വേണം ഇങ്ങനെയുള്ള ആശയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ജനങ്ങളോട് പറയാൻ. നമുക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട് അത് പറയാൻ. അപ്പോൾ ആ സ്വാതന്ത്ര്യം എടുത്ത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം പറയാൻ, ഒരാളെയോ വ്യക്തിപരമായോ ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ടുള്ളൊരു സിനിമയാവില്ല ടിയാൻ. ഇവിടുത്തെ സത്യങ്ങൾ മാത്രമേ ടിയാനിലൂടെ പറയൂ. അത് എൻ്റെ മാത്രമല്ല, ഈ കേരളത്തിലെ ആളുകൾക്ക് എൻ്റെ തോന്നലനുസരിച്ച് 100% ആളുകളും ഉള്ളിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ടിയാനി പറഞ്ഞിട്ടുള്ളൂ. വലിയൊരു വിജയം തന്നെ ആവട്ടെ നിങ്ങൾ ആശംസിക്കുകയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം തികച്ചൊരു വേറിട്ട ചിത്രമാണ്. ഇന്നേ വരെ നമ്മൾ കണ്ട സിനിമകളിൽ നിന്നും വളരെയധികം മാറി നിന്നുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ഈ സിനിമ വന്നതെന്നാണ് കൃഷ്ണകുമാർ സാർ പറയുന്നത്. ആ ഒരു കഷ്ടപ്പാടുകൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്നും ഒരു മികച്ചൊരു ഹിറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് സാർ. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. സോ ടിയർ ഹിറ്റ് ആവും സാർ. മലയാളി പ്രേക്ഷകർ ഒരിക്കലും തന്നെ കൈവിടാറില്ല. ഇത്രയധികം കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടൊരു നല്ല ഫലം തന്നെ ഉണ്ടാവും എനിക്ക്.